നമസ്കാരം, രതീഷ് ജാൽമനാണ്. പിന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള തുലാഭാരങ്ങൾ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണ് ഫലങ്ങൾ എന്ന് നോക്കാം. നെല്ല് അവിൽ ഇതുകൊണ്ടൊക്കെ തുലാഭാരം ചെയ്യുകയാണെങ്കിൽ അത് ദാരിദ്ര്യ ശമനത്തിന് വേണ്ടിയിട്ടാണ്. ശർക്കര കൊണ്ട് തുലാഭാരം ചെയ്യുന്നത് ഉദരരോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ്. പഞ്ചസാര പ്രമേഹ രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ് പഞ്ചസാര കൊണ്ട് തുലാഭാരം ചെയ്യുന്നത്. കദളിപ്പഴം കൊണ്ട് തുലാഭാരം ചെയ്യുന്നത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ്. എള്ള് കൊണ്ട് തുലാഭാരം ചെയ്യുന്നത് ഈ ശനിദോഷ ശാന്തിക്കും ദീർഘായുസിനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മഞ്ചാടിക്കുരു കൊണ്ട് തുലാഭാരം ചെയ്യുന്നത് ശാന്തിക്ക് വേണ്ടിയിട്ടും ദീർഘായുസിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ. അതുപോലെ തന്നെ ഉപ്പ് കൊണ്ട് തുലാഭാരം ചെയ്യുന്നത് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ദൃഷ്ടിദോഷ ശമനത്തിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ. ചേന കൊണ്ട് തുലാഭാരം ചെയ്യുന്നത് ത്വക്ക് രോഗശമനത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വ്യാപാരികളൊക്കെ വ്യാപാര അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നാണയം കൊണ്ട് തുലാഭാരം ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെണ്ണ കൊണ്ട് തുലാഭാരം ചെയ്യുന്ന അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. 2025 നവംബർ മാസം 2-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 5:03 വരെ പൂരോറ്റാതി നക്ഷത്രമാണ്. ശേഷം ഉത്രട്ടാതി നാളാണ് കേട്ടോ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.